നിങ്ങൾ ഇത്തരത്തിലാണോ അണ്ടർവെയർ ധരിക്കുന്നത്? ഒരു പക്ഷേ നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയ, ഹൈജീന് ആൻഡ് ഓൾസോ സ്പേം പ്രൊഡക്ഷനെ സാരമായിട്ട് ബാധിച്ചേക്കാം. നമ്മുടെ മാർക്കറ്റിൽ വൈഡ് വെറൈറ്റീസ് ഓഫ് മോഡലും ടൈപ്പും ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബോഡി ടൈപ്പിനനുസരിച്ചിട്ടാണോ ചൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് നോക്കുക. സോ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു ഹെൽത്ത് വിത്ത് മുനവർ. കറക്റ്റ് അണ്ടർവെയർ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ഭാഗമായിട്ട് എത്ര ബോഡി ടൈപ്പ് ഉണ്ടെന്ന് കൃത്യമായിട്ട് പഠിക്കണം. ഒന്നാമത്തത് തിൻ ആയിട്ടുള്ള ബോഡി ഉണ്ട്, ഫിറ്റ് ആയിട്ടുള്ള ബോഡി ഉണ്ട്, മസ്കുലർ ബോഡി ഉണ്ട്, വൈഡ് ഹിപ്പ് ഉള്ള ബോഡി ഉണ്ട്, ലാർജ് വൈസ്റ്റ് ഉള്ള ബോഡി ഉണ്ട്. ഇതിനൊക്കെ ഡിഫറെന്റ് വേയിലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ ഇനി വരുന്ന സ്ക്രീനിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ. ഓരോ ടൈപ്പിനും ഏതൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ഏതൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. കറക്റ്റ് വേല് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കംഫർട്ട് അതൊന്ന് കമന്റ് ചെയ്തോളൂ. സോ കറക്റ്റ് വേല് നമ്മൾ അണ്ടർവെയർ ചൂസ് ചെയ്യുന്നതിലൂടെയുള്ള ബെനിഫിറ്റ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് കംഫർട്ട് ആൻഡ് പെയിൻ ഫ്രീ ആണ്. നിങ്ങൾ കറക്റ്റ് വേല് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല കംഫർട്ട് കിട്ടും. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടാവുന്ന ഇറിറ്റേഷൻസ്, പെയിന് നന്നായിട്ട് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തത് സ്കിന്നിന്റെ ഹെൽത്തിന്, ആ പ്രൈവറ്റ് ഏരിയയിലുള്ള സ്കിന്നിന്റെ ഹെൽത്തിന് ഇത് നല്ലതാണ്. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾ ബ്രീത്തബിൾ ഫാബ്രിക് കോട്ടൺ ഉപയോഗിക്കുന്ന സമയത്ത് എയർ സർക്കുലേഷൻ നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വേർപ്പിന്റെ ദുർഗന്ധം, വേർപ്പ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട്, ബാക്ടീരിയയുടെ പ്രസൻസ് ഇതൊന്നും ഉണ്ടാവില്ല. മൂന്നാമത്തത് ബോഡി സപ്പോർട്ട് ആൻഡ് ഹെൽത്ത് ആണ്. ടൈറ്റ് വേണ്ടവർക്ക് ടൈറ്റിലും ലൂസ് വേണ്ടവർക്ക് ലൂസിലും ധരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ട് ആയിട്ടാണ് തോന്നുക. നിങ്ങൾ ഒരുപക്ഷെ വീട്ടിൽ ഡ്രസ്സൊന്നും ഇല്ലാതെ അണ്ടർവെയറിൽ മാത്രം ഒന്ന് മിററിൽ നോക്കിക്കോളൂ. നിങ്ങളുടെ ഷേപ്പ് നന്നായിട്ട് കറക്റ്റ് പോർട്രേറ്റ് ചെയ്തിട്ട് കിട്ടും. സോ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പവർഫുൾ ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.